ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈpunyam. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതായത് ഫിഷ് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ആഗോലി മീനാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി വന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്കിതിന് വേണ്ടത് 1 സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ കുരുമുളകും ജീരകവും പൊടിച്ച പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേരുന്നതിന് വേണ്ടി കൈകൊണ്ടൊന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴയ്ക്കണം. ഒരുപാട് വെള്ളം കൂടരുത്, കട്ടിയായിട്ട് വേണം കുഴയ്ക്കാൻ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനിനകത്ത് ഈ മസാല എല്ലാം നല്ല തേച്ച് പിടിപ്പിക്കണം. നമ്മളിങ്ങനെ കീറി വിട്ടിരിക്കുന്നതിനകത്തെല്ലാം മസാല തടവിയാൽ മാത്രമേ മീനിന് നല്ല ഉപ്പെല്ലാം പിടിക്കത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ചോദിച്ചവർക്ക് വേണ്ടി ഇട്ട റെസിപ്പിയാണ്. നിങ്ങളിത് കണ്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. അതേപോലെ ഈ വീഡിയോയുടെ താഴെ കൈപുണ്യത്തിൻ്റെ അടുത്ത് ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ള ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ റെസിപ്പിയും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. എല്ലാ മീനിലും മസാല തടകിയിട്ട് നമ്മളിതൊരു 5 നിമിഷം അടച്ചു വയ്ക്കണം. അതിനുശേഷം നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ മസാല തടവി വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ നല്ല ചൂടായതിന് ശേഷം തീ വന്ന് സിമ്മിൽ വേണം വെക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മീൻ വന്ന് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണിത്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരു സൈഡ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. തീ വന്ന് എപ്പോഴും സിമ്മിൽ വേണം ഇടാൻ, ഇല്ലെങ്കിൽ വെളിയിലെല്ലാം കരിഞ്ഞിട്ട് അകത്ത് വേകാതെ വരും. മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. എണ്ണ നല്ല വടിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതേപോലെ ബാക്കിയിരിക്കുന്ന മീൻ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഇതേ മസാല ഇട്ട് നമുക്ക് പൊരിക്കാവുന്നതാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.